ഹായ്. കൂടുതലും തന്നെ സാരി ഫോൾഡിങ്ങിൻ്റെ ഓർഡർ വരുമ്പം നമ്മളോട് കസ്റ്റമർ വിളിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ഇന്ന ടൈപ്പ് സാരിയാണ്, എത്ര റേറ്റ് വരും എന്നൊക്കെ. അപ്പം ആ രീതിയിൽ നമ്മൾ ഇന്നാൾ സാരി ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് ജോർജറ്റ് സാരി ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ നോ അടിച്ചു വിട്ടു. ഒരു കാര്യമില്ലായിരുന്നു, ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ അത് ഫോൾഡ് ചെയ്യാനായിട്ട് ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പേപ്പർ മടക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. അത് മണ്ടത്തരമായി പോയി. സാരമില്ല. ഇപ്പം എൻ്റെ കസ്റ്റമർ അടുത്ത് തന്നെ സ്ഥിരമായിട്ട് നമുക്ക് ഫോൾഡിങ്ങിന് തരാറുള്ള കസ്റ്റമറാണ് കേട്ടോ. അപ്പം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പട്ട് സാരി ഉണ്ട്, അല്ല ഒരു സാരി ഉണ്ട്, ചെയ്തു തരണം എന്ന് പറഞ്ഞു. സാരി കണ്ടപ്പോഴല്ലേ ഞാൻ ഞെട്ടിപ്പോയി. ഇതാണ് സാരി വന്നിട്ടുള്ളത്. ഫുൾ ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മിഷ്യൻ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ബോക്സ് ടച്ച് ചെയ്യാനൊക്കില്ല. കാര്യം എന്താണെന്നോ, ഇതിൻ്റെ താഴെ വരുന്ന ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡ് നമ്മുടെ നോർമൽ ത്രെഡല്ല, അത് വരുന്നത് ഈ ടങ്കീസ് നൂലുണ്ടല്ലോ, അതായത് പ്ലാസ്റ്റിക് നൂല് നല്ല കനം കുറഞ്ഞ പ്ലാസ്റ്റിക് നൂലിലിട്ടായിരിക്കും ആ ത്രെഡ് കൂടുതലും വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ അയൺ ബോക്സ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ സംഭവം ഉരുകിപ്പോവും. അതോടുകൂടി ആരി വർക്കിൻ്റെ പരിപാടി അവിടെ വെച്ച് തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീം അയൺ മാത്രം കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഹാൻഡ് വർക്ക്ഡ് സാരീസ് എല്ലാം തന്നെ. അപ്പം അതോടൊപ്പം തന്നെ പക്ഷേ ചെയ്തു വന്നപ്പം ഹാൻഡ് വർക്ക് സാരി പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു ഷൈനി ജോർജറ്റ് കൂടെ ആയിരുന്നു കേട്ടോ. നമ്മുടെ സാധാരണ ജോർജറ്റ് പോലെ നിൽക്കത്തുമില്ലായിരുന്നു. അത് ഫോൾഡ് ചെയ്യാതെ ഉടുക്കാനും പറ്റില്ല എന്നുള്ളത് കസ്റ്റമർ പറയുകയും ചെയ്തു. പിന്നെ നമുക്ക് അടുത്ത ദിവസം പിറ്റേ ദിവസം വന്നിട്ടുള്ള അടുത്ത 3 സാരീസാണ് കേട്ടോ. ഇതിലും ഒരെണ്ണം ബനാറസി ജോർജറ്റ് സാരിയാണ് കേട്ടോ. അപ്പം 3 അടിപൊളി